അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാൻ വേണ്ടിയാണ്. ദയവ് ചെയ്ത് ഫുള്ളായിട്ട് കേൾക്കണം. ഇത് ഇന്ന് പറയുന്നത് കേരള നദ്വത്തുൽ മുജാഹിദീൻ KNM എന്ന് പറയുന്ന മഹത്തായ സംഘടനയിൽ ഒരുപാട് മെമ്പർമാരുണ്ട്. നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടായതുകൊണ്ട് പലപ്പോഴും നമുക്ക് ഒരുപാട് ആളുകളുമായി ബന്ധപ്പെടാനും സംസാരിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അവരുടെ ആശയങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട് നമ്മൾ. പക്ഷേ നമ്മുടെ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരുപാട് പ്രവർത്തകർ തെറ്റിദ്ധരിച്ച് പോയിട്ടുണ്ട്. KGUവിനെ പറ്റിയും KNMനെ പറ്റിയും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വലിയ വിഷയമാണ്. തെറ്റിപ്പോയാൽ ശിർക്കാകുന്ന വിഷയമാണ്, ഒരു ചെറിയ വിഷയമല്ല. അബദ്ധം വന്നു പോയാൽ, പിഴവ് പറ്റിയാൽ മുശിരിക്കായി പോകുന്ന, ശിർക്കൻ വിശ്വാസമായി പോകുന്ന ഒരു വിഷയത്തിലാണ് അവർക്ക് അബദ്ധം പറ്റിയിട്ടുള്ളത്. അതിനവർ പറയുന്നത് ഞങ്ങൾ KGU പഠിപ്പിച്ചതാണ്, KNM പഠിപ്പിച്ചതാണ്, അത് ഞങ്ങൾ അബ്ദുറഹ്മാൻ സലഫി പഠിപ്പിച്ചതാണ്, അത് ഞങ്ങളെ ഹനീഫ് കായക്കൂടി പഠിപ്പിച്ചതാണ്, അത് ഞങ്ങളെ അനസ് പഠിപ്പിച്ചതാണ്. ഇങ്ങനെ അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഈ തെറ്റായ വിശ്വാസം പ്രചരിപ്പിക്കുകയാണ്. അത് ഒരാളല്ല, രണ്ടാളല്ല, ആയിരക്കണക്കിന് ആളുകളുള്ള ഗ്രൂപ്പിൽ, ഇപ്പോൾ KNM ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ഏകദേശം ഒരുപാട് ആളുകൾ, 1000ൻ്റെ അടുത്ത്. അതുപോലെ പ്രമാണങ്ങളിലേക്ക് വിളിക്കുന്നു പറഞ്ഞ വേറൊരു ഗ്രൂപ്പുണ്ട്. അതുപോലെ KNMൻ്റെ വേറെ പല ഗ്രൂപ്പുകളുണ്ട്. അതിലൊക്കെ 1000-ഓളം 800 600 ആളുകൾ. ഇതുപോലുള്ള പല ഗ്രൂപ്പുകളിലും ഒരുപാട് പ്രവർത്തകർ, KNMൻ്റെ സജീവ പ്രവർത്തകരായ ആളുകൾ, പണ്ഡിതന്മാർ, പല പ്രബോധകന്മാരും, ഗൾഫിലൊക്കെ ഉള്ള പല പ്രബോധകന്മാരും ഒരുപാട് ആളുകളുണ്ട്. അവിടെയൊക്കെ പ്രചരിപ്പിക്കാൻ നമ്മുടെ ആദർശമായി, നമ്മൾ ആശയമായി പറയുന്നത് ഒരിക്കലും മുജാഹിദിൻ്റെ ആദർശമല്ല, KNMൻ്റെ ആദർശമല്ല, KGUവിൻ്റെ ആദർശമല്ല, അബ്ദുറഹ്മാൻ സൽഫി പറഞ്ഞതല്ല, അനസ് പറഞ്ഞതല്ല, കായക്കൊടി പറഞ്ഞതല്ല. പക്ഷേ ഇവരുടെയൊക്കെ പേരിലാണിത് പറയുന്നത്. എന്താണ് പറയുന്നത്? കേൾക്കണം നിങ്ങൾ ഫുള്ളായിട്ട്. ചെറിയ വിഷയമല്ല, ആരും നിസ്സാരമായി കാണരുത്. പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ KGUവിൻ്റെയും KNMൻ്റെയും പണ്ഡിതന്മാർ ഇത് നിസ്സാരമായി കാണരുത്. ഇങ്ങനെയാണ് വിസ്റ്റം പോയത്. വിസ്റ്റത്തിൻ്റെ കാര്യം ഇങ്ങനെയായിരുന്നു. മുമ്പൊക്കെ നമ്മളിത് പറയുമ്പോൾ നമ്മുടെ സെൻറ്ററുകളിലൊക്കെ ഈ ദമാമിലാകട്ടെ, ജുബൈലിലാകട്ടെ ഒക്കെ പല സ്ഥലങ്ങളിലാകട്ടെ വിരലിലുണ്ടാവുന്ന 3, 4, 5 ആളുകളാണ് ഉണ്ടായിരുന്നത്. അന്നും പറഞ്ഞിരുന്ന കാര്യം ഇതാണ്. ആർക്കാ ഇങ്ങനെ ഒരു വാദമുള്ളത്? ഇങ്ങനെ ഒരു വാദമൊന്നുമില്ല. ഇതൊക്കെ വെറുതെ പറയുന്നതാ. ആർക്കും അങ്ങനെയെങ്കിലും വാദമുണ്ടോ? അവസാനം എന്തായി? പടർന്ന് പന്തലിച്ചു. ആരൊക്കെ എന്ത് ചെയ്യാൻ പറ്റി? ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ മുളയിലേ നുള്ളിക്കളയണം ഈ ആദർശം. അതുകൊണ്ടാണ് പറയുന്നത്. എന്താണ് പ്രശ്നം ഇതാണ്. പിശാച് ശരീരത്തിൽ കയറി അസുഖങ്ങളും അപകടങ്ങളും ഉണ്ടാക്കും. എങ്ങനെയെന്നറിയോ നിങ്ങൾ? ഒരു മനുഷ്യനെ ആക്രമിക്കാൻ കഴിയുന്നത് പോലെ. ഇപ്പോൾ ഞാനൊരു മനുഷ്യനല്ലേ, എനിക്ക് ഇഖ്തിയാറുണ്ടല്ലോ, സ്വാതന്ത്ര്യമുണ്ടല്ലോ അല്ലേ, അതിനുള്ള ഒരു അള്ളാഹു തന്ന കഴിവുമുണ്ടല്ലോ. ഇതെനിക്ക് ഇഷ്ടം പോലെ ഉപയോഗിച്ചുകൂടെ? ഇപ്പോൾ എനിക്കൊരാളെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? അയാളെ പോയി തല്ലാം, അയാളെ പോയിട്ട് വെട്ടാം, അയാളെ പോയി ഇടിവെക്കാം, അയാളെ കൊല്ല, അയാളെ കുത്താം. എനിക്ക് തോന്നുന്നത്ര രീതിയിൽ. ഇപ്പോൾ എൻ്റെ അടുത്തൊരു കത്തി ഉണ്ടെങ്കിൽ അയാളെ വയറ്റിന് കുത്താം, കൈക്ക് കുത്താം, കാലിന് കുത്താം, കൊല്ലണം എന്ന് വിചാരിച്ച് കുത്താം, തല വെട്ടി മാറ്റാം. എനിക്കിഷ്ടം പോലെ ചെയ്യാം. 4 ആളുണ്ടെങ്കിൽ 3 ആളെ എനിക്ക് കുത്താം, 2 ആളെ കുത്താം, കുത്തുന്ന രീതിയിൽ കുത്താം, എനിക്ക് തോന്നുന്ന രീതിയിൽ. ഇതേപോലെ പിശാചിന് കഴിവുണ്ട്. അങ്ങനെ പിശാചിന് ഇഷ്ടം പോലെ ഒരാളെ ശാരീരികമായി ഉപദ്രവിക്കാനും അപകടപ്പെടുത്താനും പിശാചിന് ഇഖ്തിയാറുമുണ്ട്, അതിനുള്ള കഴിവുമുണ്ട്. അങ്ങനെ വിശ്വസിക്കണം. ഇതാണത്ര അബ്ദുറഹ്മാൻ സൽഫി പഠിപ്പിച്ചത്. ഇതാത്ര ഹനീഫ് കായക്കൊടി KGUവിൻ്റെ സെക്രട്ടറി പഠിപ്പിച്ചത്. ഇതാണത്രേ ആര് പഠിപ്പിച്ചത്? അനസ് പഠിപ്പിച്ചത്. ഇത് മിഷ്കാത്തി പഠിപ്പിച്ചത്. KNMൻ്റെ മുഴുവൻ പണ്ഡിതന്മാരും, വഫാത്തായിപ്പോയ പണ്ഡിതന്മാരടക്കം KNM KGUവിൻ്റെയും വലിയ പണ്ഡിതന്മാർ ഇതാണത്രേ ഇവരെ പഠിപ്പിച്ചത്. ആരാ ഇത് പറയുന്നത്? ഏതെങ്കിലും സാധാരണക്കാരല്ല. സലാഹി ബിരുദമുള്ളവർ, അൻസാരി ബിരുദമുള്ളവർ, സലഫി ബിരുദമുള്ളവർ, അതും KNMൻ്റെ പ്രവർത്തകരും പണ്ഡിതന്മാരുമാണെന്ന് പറയുന്നവർ. നിസ്സാരമായി തള്ളണോ? നമ്മൾ വിട്ടുകൊടുക്കണോ? ഇതൊക്കെ ഇങ്ങനെ വലിയ സങ്കടമാണിത്. ഒരു 1000കണക്കിന് പ്രവർത്തകർ ആ ഗ്രൂപ്പിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് പ്രവർത്തകർ ഇതിനെതിരൊന്നും പറയുന്ന പോലുമില്ല. അവരൊക്കെ ഇത് സത്യമാണെന്ന് വിചാരിക്കുകയാണ്. അറിയോ നിങ്ങൾ? ഇതൊക്കെ നമ്മൾ വെറുതെ പറയുന്നതല്ല. ഞാൻ 1-2 വോയിസുകൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. വെറുതെ പറയുന്നതല്ല ഇതൊന്നും. ഇത് സനീർ സലായി എന്ന് പറയുന്ന സൗദി അറേബ്യയിൽ ഒരു ജാലിയാത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. കേട്ടോളൂ. അദ്ദേഹത്തോട് പറഞ്ഞെന്താ? പിശാചുക്കൾക്ക് ചെയ്യാനുള്ള സ്വതന്ത്രമായ കഴിവുണ്ടെന്നാ പറഞ്ഞത്. ആ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, ആ ചെയ്യാനുള്ള സ്വതന്ത്രമായ കഴിവ് അവർക്കുണ്ട്. ആ കഴിവ് അവർ വിനിയോഗിക്കും. പിശാചിന്റെ ആ കഴിവിനെ എടുത്ത് കാണിക്കുകയാണ്. അതോട് കഴിഞ്ഞ പിശാച് റസൂലിനെ മൽപ്പിടുത്തമുണ്ടായി എന്ന ഹദീസിൽ കാണാം. അതോട് ശൈത്താന്റെ കഴിവ് കഴിഞ്ഞോ? പ്രവാചകന്റെ കാലത്ത് മാത്രമേ ഉള്ളൂ ആ കഴിവ്. സഹോദരങ്ങളെ കേട്ടല്ലോ, ഒന്നുകൂടി കേട്ടോളൂ. നിങ്ങൾ നമ്മൾ ചോദിച്ചിട്ടാണോ? ആണോ? അല്ല, മുകളിൽ റിമോട്ടാണ്. റിമോട്ട് വെക്കുമ്പോ ശൈത്താൻ അങ്ങോട്ട് ചാടും. പിന്നെ റിമോട്ട് ഇപ്പുറത്തേക്ക് റോബോട്ട് പോലെയാ. ഏതാണ് ഇയാള്? ശൈത്താന്മാരുടെ പ്രവർത്തനങ്ങൾ ചെയ്യും. അവർ നൽകപ്പെട്ട കഴിവ് കൊണ്ട് അവർ ചെയ്യും. കുഫറിലേക്ക് ആളെ കൊണ്ടുപോകും, ശിർക്കിലേക്ക് ആളെ കൊണ്ടുപോകും.
ശാരീരികമായി അപായപ്പെടുത്താൻ ശാരീരിക അപായപ്പെടുത്തുകയും ചെയ്യും. നിങ്ങൾ കേട്ടില്ലേ സഹോദരങ്ങളെ? നിങ്ങൾ കേട്ടോ? ഒരു തെറ്റ് പോലും പിശാചിന് ചെയ്യിപ്പിക്കാൻ കഴിയില്ലല്ലോ നമ്മളെ. ഒരു തെറ്റ് പോലും പിശാചിന് ചെയ്യിപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ മനസ്സിൽ വിശ്വാസം ഉണ്ടാക്കാനേ കഴിയൂ. അതിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം അള്ളാഹ് നമുക്ക് നൽകുകയാണ്. നമുക്ക് അധികാരം നൽകാത്തൊരു വിഷയത്തിൽ അള്ളാഹു നമ്മളെ ശിക്ഷിക്കുകയുമില്ല. നമുക്ക് അധികാരം നൽകി അവൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന തെറ്റിലേക്ക്, ശിർക്കിലേക്ക്, കുഫറിലേക്ക് നമുക്ക് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പോവുക. അതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് പുറത്തു തരുന്നതും നമ്മളെ ശിക്ഷിക്കുന്നതും നമ്മളെ വിചാരണ ചെയ്യുന്നതും. അങ്ങനെ പോലും അവനക്ക് കഴിയില്ല. ഇവരെന്താ പറയുന്നത്? ഇഷ്ടം പോലെ കഴിയുന്നു. നമ്മൾ ആക്രമിക്കാനും അപകടപ്പെടുത്താനും ഇഷ്ടം പോലെ കഴിയുന്നു. അവനത് ചെയ്യുന്നു. എന്തിനാ പിന്നെ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നത്? ഈ ജിന്നെ ഇറക്കണവരെന്തിനാ നമ്മൾ കുറ്റം പറയുന്നത്? അത് പറയും, നിങ്ങൾ കയറി അസുഖങ്ങളും അപകടങ്ങളും ഉണ്ടാക്കാൻ പറ്റും, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവരെ പിന്നെ ഇറക്കുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? നമ്മളിവിടെ ചോദ്യം ചോദിച്ചിരുന്നു അവരോട്. എന്താ ചോദിച്ചത്? ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ജിന്നിനോട്, ജിന്നിൻ്റെ ഒരു വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുന്നതോ മരുഭൂമിയിൽപ്പെടുന്നതോ ആയ ആൾ വിഷമത്തിൽ അയാളുടെ മുന്നിൽ മരണം മാത്രമാണ്. അങ്ങനെ മരണപ്പെട്ട് പോകുന്ന ഒരു മനുഷ്യൻ്റെ മുന്നിൽ അയാൾക്ക് രക്ഷ തരണമെങ്കിൽ, മരിക്കാൻ പോകുന്ന ഒരാൾക്ക് കള്ളു കുടിക്കാമല്ലോ, അത്യാവശ്യത്തിന് അവൻ്റെ ജീവൻ രക്ഷിക്കാൻ പന്നിമാംസം കഴിക്കാമല്ലോ. ഇതുപോലെ എന്താണ് ശിർക്കാകില്ല എന്നുണ്ടെങ്കിൽ അവിടെ ജിന്നിനെ വിളിച്ച് തേടിക്കൂടെ എന്ന് ചോദിക്കും. ഇതേ ചോദ്യം നമുക്ക് നമ്മളോട് ചിരിച്ച് ചോദിക്കുമ്പോൾ എന്താ നമ്മൾ മറുപടി പറയാം? ജിന്നി പിശാചുക്കൾ അവർക്ക് ഇഷ്ടം പോലെ നമ്മുടെ ശരീരത്തിൽ കയറി അസുഖം അപകടം ഉണ്ടാക്കുമ്പോൾ നമ്മൾ മരിക്കാൻ പോവുകയാണ്, അതുവഴി നമ്മൾ മരിക്കുന്നു, നമ്മൾ മരണത്തിൻ്റെ മുന്നിലാണെങ്കിൽ അവരെ ഇറക്കാൻ വേണ്ടി ഒന്ന് അടിച്ചിറക്കിയാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാലോ? പന്നിമാംസം തിന്നാനും മറ്റ് വാക്കുകൾ പറയാൻ പോലും അനുവാദം തന്നിട്ടുണ്ടല്ലോ, കള്ളു കുടിക്കാനും അനുവാദം തന്നിട്ടുണ്ടല്ലോ മരിക്കുമ്പോൾ. അപ്പോൾ പിന്നെ ഇത് ചിർക്കൊന്നും അല്ലല്ലോ. അപ്പോൾ പിന്നെന്താ നമുക്കൊന്നൊന്ന് ഇറക്കാൻ നിന്നാൽ? ഇങ്ങനെ ചോദിച്ചെന്താ മറുപടി പറയേണ്ടത് നമ്മൾ? ഇവിടുത്തെ വിഷയം എന്താണെന്നറിയോ? നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈ പിശാച് ബാധ, ഈ കാരണം അസുഖം ഉണ്ടാകുന്ന പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് അസുഖം ഉണ്ടാകുന്ന ബുക്കിലുണ്ട്. അപ്പോൾ പല കാരണങ്ങൾ എന്ന് പറയുന്നിടത്ത് പിശാചു കാരണം, ഇവിടെയാണ് അബദ്ധം പറ്റിയത്. ഒരു കാരണവും സഹോദരങ്ങളെ നമ്മൾ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കണം. ഒരു കാരണമല്ല അസുഖം, കാരണം കൊണ്ട് അസുഖം ഉണ്ടാവില്ല. അള്ളാഹു നമുക്കൊരു അസുഖം തരാൻ മുമ്പ് രേഖപ്പെടുത്തി വെച്ചത് ആ സമയത്തും സന്ദർഭത്തിലും അള്ളാഹു കാരണങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട്, കാരണങ്ങൾ അള്ളാഹു ഹൽക്ക് ചെയ്യുന്നു. ആ കാരണത്തിലൂടെ അള്ളാഹു നമുക്ക് അസുഖം തരുന്നു. അല്ലാതെ കാരണം എന്താവില്ല, അസുഖത്തിലേക്ക് കാരണമായിട്ട് അള്ളാഹു നിർബന്ധിതനാകില്ല. അള്ളാഹു ഈ കാരണം കൊണ്ട് നമുക്കൊരു അസുഖം തരികയല്ല. നമുക്കൊരു അസുഖം തരാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു ഒരു കാരണത്തെ സൃഷ്ടിക്കുന്നു, ആ കാരണത്തിലൂടെ തരുന്നു. കാരണത്തിന് യാതൊരുവിധ അധികാരമില്ല, യാതൊരു ഇഖ്തിയാറും അവർക്ക് യാതൊരു സമ്മതിയത്വം ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവരസുഖം തരുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു പിശാചിനെ ഒരു തെറ്റ് പോലും നമ്മളെ ചെയ്യിപ്പിക്കാൻ കഴിയില്ല. നമുക്ക് അനുഭവപ്പെട്ട് അതിൽ തീരുമാനം എടുക്കാനുള്ള അധികാരം നമുക്ക് തന്നിട്ടല്ലാതെ. എത്ര വചനങ്ങളാണ് പരിശുദ്ധ ഖുർആനിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ സൂറത്ത് തൗബയിലെ വചനം അല്ലേ? സൂറത്ത് തൗബയിൽ വ്യക്തമായി ഈ വചനം പറയുന്നില്ലേ? 51-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് നബി തങ്ങളോട് പറയാണ്, കുല്ലം യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ വ മൗലാന. എത്ര കറക്റ്റാണ്. എന്താണ് നബിയോട് പറഞ്ഞു കൊടുക്കാൻ പറയണം? നബിയോട് പറയാണ്, ഒന്നും പേടിക്കണ്ട, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല. അള്ളാഹു എന്താണോ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അത് സംഭവിക്കും. അതെങ്ങനെയാണ് സംഭവിക്കുക? ആ സംഭവിക്കുന്നതിന് കാരണം ഉണ്ടാവും. അള്ളാഹു ഒരു കാരണത്തെ സൃഷ്ടിക്കും, ആ കാരണത്തിലൂടെ തരും. കാരണത്തിന് കഴിവില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ നമ്മളിവിടെ കൊറോണ വന്നു, നിപ്പ വന്നു. കൊറോണ വൈറസ് തോന്നുന്നവർക്ക് കൊറോണ കൊടുക്കല ആണോ? എൻ്റെ വീട്ടിൽ 5 ആളുണ്ട്, 4 ആൾക്ക് കൊറോണ വിചാരിച്ചിട്ട് 4 ആൾക്ക് കൊടുക്കണം, 2 ആൾക്ക് കുറച്ച് കൂട്ടി കൊടുക്കണം, 2 ആൾക്ക് കുറച്ച് കൊടുക്കണം എന്ന് പറയില്ല. അടുത്ത വീട്ടിൽ കൊടുക്കണ്ട, അത് ഷെരീഫിൻ്റെ വീട്, അവനക്ക് ഇപ്പോൾ കൊടുക്കണ്ട. അപ്പുറത്തെ വീട് അത് ആനിഫാക്ക് കൊടുക്കണം. അപ്പുറത്ത് നമ്മുടെ കുഞ്ഞോൻ്റെ വീടാണ്, കുഞ്ഞോൻക്ക് കൊടുക്കണ്ട. അപ്പുറത്ത് അസർഫിൻ്റെ പേരെ, അസർഫിന് 4 ആൾക്ക് കൊടുക്കണം, 2 ആൾക്ക് കൊടുക്കണ്ട. ഇത് തീരുമാനം എടുക്കാനും ഇതിനുള്ള അധികാരം ഈ വൈറസിന് ബാക്ടീരിയക്ക് ഉണ്ടോ? അല്ലെങ്കിൽ കോഴിക്കോടിന് ഇപ്പോൾ കൊടുക്കണം, മലപ്പുറത്ത് കൊടുക്കണ്ട, അല്ലെങ്കിൽ ഇന്ന പഞ്ചായത്ത് കൊടുക്കണം, എങ്ങനെ ഉണ്ടോ? സഹോദരങ്ങളെ, അള്ളാഹു ഒരു കാരണത്തെ തിരഞ്ഞെടുക്കുന്നു, ഹൽക്ക് ചെയ്യുന്നു. അള്ളാഹു നമുക്കൊരു അസുഖം തരാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് മുമ്പ് രേഖപ്പെടുത്തി വെച്ചതാണ്. പേനകൾ ഉയർത്തപ്പെട്ട് മഷി വണങ്ങിപ്പോയ ഒരു സംഭവമാണ്, അത് മുമ്പ് രേഖപ്പെടുത്തിയതാണ്. അത് ആ സമയത്ത് അള്ളാഹു നടത്തപ്പെടുന്നു, അള്ളാഹു ഉദ്ദേശിക്കുന്ന സബബിലൂടെ. ഈ സബബുകൾക്ക് വല്ലപ്പോൾ നമ്മൾ ആരെങ്കിലും പറയലുണ്ടോ എന്ത് ഇന്ന മരിപ്പിച്ചത് മലക്കുൽ മൗത്താന്ന്? ഇന്ന മലക്കുൽ മൗത്ത് മരിപ്പിച്ചെന്ന് പറയാം, അള്ളാഹു മരിപ്പിച്ചെന്ന് പറയല്. എന്താ നിങ്ങൾ മനസ്സിലായി? ആരാ മഴ എന്നത്? അത് മീക്കായിൽ മഴയെന്ന് അങ്ങനെ പറയുമോ? മീക്കായിൽ എന്തെങ്കിലും അധികാരം ഉണ്ടോ? തോന്നുന്നിടത്ത് കൊടുക്കാനും തോന്നുന്നിടത്ത് കൊടുക്കാതിരിക്കാനും? ഓരോ മഴത്തുള്ളി പോലും ഓരോ മലക്ക് നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ഹദീസിലുള്ളത്. എന്നിട്ട് അവർക്ക് എവിടെയാണോ അത് അവിടെ എന്ത് ചെയ്യും? അവിടെ അത് അള്ളാഹു ചെയ്യിപ്പിക്കും, അവിടെ പെയ്യിപ്പിക്കുന്ന. അവർക്ക് എന്തെങ്കിലും അധികാരം ഉണ്ടോ ആ വിഷയത്തിൽ? ഉണ്ടോ? ഇല്ല. ഇപ്പോൾ ഉരുൾപൊട്ടൽ വന്നു,
വയനാട് ഉരുൾപൊട്ടൽ, മഴ കാരണമായി മീക്കായില ഉരുൾപൊട്ടിപ്പിച്ചത്. അവിടെ ഉരുൾപൊട്ടാൻ അള്ളാഹു ആ ഉരുൾപൊട്ടലിലൂടെ മുമ്പ് എത്രയോ ആളുകളെ മരിപ്പിക്കാൻ അള്ളാഹ് രേഖപ്പെടുത്തി കഴിഞ്ഞു. അതിന് അള്ളാഹു ഒരു സബബാക്കുന്നു ഉരുൾപൊട്ടലിനെയും മഴയെയും. അതിന് മീക്കായിലിന് റോളില്ല. വല്ലാത്തൊരു കഷ്ടമാണ് റബ്ബേ. ഈ മുജാഹിദേരാണല്ലോ ഈ പഴച്ചു പോകുന്നത്. എന്തൊരു കഷ്ടം കേട്ട്. കേജുവിൻ്റെ പുസ്തകത്തിലുണ്ട് പല കാരണങ്ങൾ കൊണ്ട് അസുഖം ഉണ്ടാകും. അപ്പോൾ പിശാച് കാരണം ഉണ്ടാകും. പിശാച് അങ്ങനെ അസുഖം വരുത്തും, അപകടം വരുത്തും, അതിനുള്ള കഴിവുണ്ട്, എഖ്തിയാറുണ്ട്, സ്വാതന്ത്ര്യം ഉണ്ടെന്ന്. വല്ലാത്തൊരു കഷ്ടം റബ്ബേ. എന്നിട്ടോ അത് കായക്കൊടി പറഞ്ഞിരിക്കണേ, അനസ് പറഞ്ഞിരിക്കണേ, അബ്ദുറഹ്മാൻ സൽഫി പറഞ്ഞിരിക്കണേന്ന് പറഞ്ഞുകൊണ്ട് അത് പിന്നാലെ എടുക്കുക. KNM KGUവിൻ്റെ മുമ്പുള്ള എല്ലാ മരിച്ചുപോയ മഹാന്മാർ, ഇപ്പോഴത്തെ മഹാന്മാരൊക്കെ എന്താ അത്ര പഠിപ്പിക്കണേ. ബഹുമാനപ്പെട്ട പുതിയ KNM KGUവിൻ്റെ പണ്ഡിത സഭ നിങ്ങളിതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. എന്താണ് ഈ കാരണം, എന്താണ് അതിൽ വിശ്വസിക്കേണ്ടത് എന്നൊക്കെ. വല്ലാത്തൊരു കഷ്ടമാണ് ഇത്. ചെറുതൊന്നല്ല കേട്ടോ, ഒരുപാട് ആളുകളുണ്ട് ഇതിൽ. നിങ്ങൾ വിചാരിക്കുന്നതിന് വേറെ ആൾ പറയുന്നത് കേട്ടോളി. ഇത് ഫൈസൽ നന്ദി എന്ന് പറയുന്ന ഒരാളാണ്. ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ആരാ ഫൈസൽ നന്ദി? ഖത്തറിലൊക്കെ അവിടെ ഒരു പുതിയ കട ഫൈസൽ എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോ ഇറക്കിയിട്ടുണ്ട്, കാണാൻ പറയാൻ പറ്റില്ല, പോട്ടെ. എന്നാൽ ഇവരൊക്കെ തിരുത്തി കൊടുക്കാൻ അത് പറയുന്നത്. ഇതൊക്കെ കേട്ടോളൂ എന്താണ് അവർ പറയുന്നതെന്ന്. ഇതൊക്കെ ഗ്രൂപ്പിൽ വന്ന് ആയിരക്കണക്കിന് ആളുകളുടെ ഗ്രൂപ്പിൽ വന്നിട്ട് ആളുകളെ ഫിത്തന ഉണ്ടാക്കുക, ശിർക്കം വിജയാശ്വാസം പറഞ്ഞു കൊടുക്കുക. കേട്ടോളൂ. അതിനനുസൃതമായ കാരണം മനുഷ്യനിൽ ഉണ്ടാക്കണം. ആ കാരണത്തിനാണ് ഉണ്ടാകുന്നത്. ഒരു കാര്യമുണ്ടാകാൻ കാരണം പ്രവർത്തിക്കുമ്പോൾ തന്നെ ഉണ്ടാക്കി കൊടുക്കും. ശൈത്താന്റെ കാരണമാണ് രോഗത്തിനായി തീരുന്നത് എന്നത് നമുക്കറിയില്ല. ഇതെന്താ സംഭവം എന്ന് പറയുന്നത്? ഇത് എന്നിട്ട് നടന്ന ചർച്ചയെ പിശാച് ഒരു കാരണം ഉണ്ടാക്കും അത്രേ നമുക്ക് അസുഖം വരുത്താൻ. അപ്പോൾ അള്ളാഹ് സത്യപ്പെടുത്തി കൊടുക്കും. ഏതുപോലെ കുൻ ഫയക്കുൻ എന്ന് പറഞ്ഞ പോലെ. എങ്ങനെ പിശാച് എനിക്ക് ഒരു അസുഖം വരാൻ ഉദ്ദേശിക്കും, എന്നിട്ട് പിശാച് ഒരു കാരണത്തെ പ്രവർത്തിക്കും. ആ കാരണത്തിന് അള്ളാഹ് എന്ത് ചെയ്യും? സബബാക്കിക്കൊണ്ട് സത്യപ്പെടുത്തിക്കൊണ്ട് എനിക്കൊരു അസുഖം തരുന്നു. എന്താ ഇപ്പം ഞാൻ ഇവരോടൊക്കെ പറയാം. ഇതവരൊക്കെ ഖത്തറിൽ നമ്മളെ സെൻറ്ററിൽ ഇരിക്കുന്നവരാണ്, എന്തോ ദേവത്ത് നടത്തുന്നവരാണെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹിൻ്റെ പ്രവർത്തനത്തിലെ പങ്കാളി. ഇവർക്കൊക്കെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകണ്ടേ? സഹോദര, നമുക്കൊരു അസുഖം തരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് അള്ളാഹ് മുമ്പ് രേഖപ്പെടുത്തി വെക്കുകയും നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് രേഖപ്പെടുത്തി വെക്കുകയും നമുക്കത് പരീക്ഷണമായി നൽകുകയും നമ്മളത് സ്നേഹിക്കൊണ്ട് നൽകുന്നതാണ്. നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് പരീക്ഷണമായി നൽകുന്നതാണ്. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ പാപം പുറത്ത് കിട്ടാനും നമ്മളെ സ്വർഗത്തിലെത്തിക്കാനും വേണ്ടിയാണ്. അവിടെ പിശാച് കടന്നു വരുന്നത് നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോയി ശിർക്കിലേക്കും ഖുറാഫത്തിലേക്കും ബിദഅത്തിലേക്കൊക്കെ കൊണ്ടുപോകാനാണ്. നമുക്ക് ഒരു അസുഖം തരാൻ അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം നടത്തപ്പെടുന്നു. അതിന് അള്ളാഹു ചില സബബുകൾ തിരഞ്ഞെടുക്കുകയാണ്. അള്ളാഹ് തിരഞ്ഞെടുക്കുന്നതാണ് ഈ സബബ്. അല്ലാതെ ഇവർ തിരഞ്ഞെടുക്കുമ്പോൾ അള്ളാഹ് അതിനെ സത്യപ്പെടുത്തി കൊടുക്കുന്നതല്ല. നമുക്കൊരു അസുഖം തരാൻ ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹ് ഒരു സബബിനെ തിരഞ്ഞെടുക്കുന്നു, ആ സബബിലൂടെ നമുക്കത് നൽകുന്നു. അപ്പോൾ ആ സബബുകൾക്ക് എന്തെങ്കിലും ഒരു അധികാരമോ ഇഖ്തിയാറോ ഇതിലുണ്ടെങ്കിൽ മാത്രമേ അവർ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്യുന്നത് പോലെ. മനസ്സിലായോ? എത്ര പറഞ്ഞാലും ഇത് മനസ്സിലാകുന്നില്ല. എന്നിട്ട് അതിന് KGUവും KNM പറഞ്ഞിരിക്കണമെന്ന് പറയാം. എന്നിട്ട് ആളുകൾ പേടിച്ച് നടക്കുക. പിശാച് അസുഖം വരുത്തും, പിശാച് അപകടം വരുത്തും എന്ന് പറഞ്ഞിങ്ങാണ്ട് സ്വാതന്ത്ര്യ ടീമിനെ പേടിക്കൂലേ? എന്തൊരു കഷ്ടമാണ് റബ്ബേ ഇത്. ഈ കാരണത്തെപ്പറ്റി മനസ്സിലാക്കുന്നിടത്ത് അബദ്ധം പറ്റിയാണ്. നമുക്കൊരു അസുഖം ബുദ്ധിമുട്ട് വരാൻ അള്ളാഹ് ഒരു കാരണത്തെ സൃഷ്ടിക്കുകയും കാരണത്തിലൂടെ നമുക്ക് നൽകുകയും ചെയ്യുന്നു. കാരണങ്ങൾക്ക് പറയണമെങ്കിൽ എന്തെങ്കിലും ഇഖ്തിയാറോ സ്വാതന്ത്ര്യമോ അധികാരം അവർക്കുണ്ടാകണം. അങ്ങനെയാണെങ്കിലാണ് ആ കാരണം എന്ന് പറയുക. അല്ലെങ്കിൽ ഒരു കാരണം ഇവിടെ ആരെങ്കിലും ഞാനൊരു കാരണം സൃഷ്ടിക്കുമ്പോൾ അള്ളാഹ് അത് നിർബന്ധിതനാകണം. അങ്ങനെയല്ല. ഇതെന്താണ്? നമ്മളെ സംബന്ധിച്ച് അദൃശ്യ അഭൗതികമായ രീതിയിലുള്ളതാണ്. നമ്മളൊരാളെ പോയി വെടികൊണ്ട് തോക്കൊണ്ട് കുത്താൻ പോകുന്നു, കത്തുകൊണ്ട് കുത്താൻ പോകുന്നു, മാറുന്നതും തടുക്കാനും കാര്യങ്ങളും അതല്ല ഇവിടുത്തെ വിഷയം. നമ്മളെ സംബന്ധിച്ച് അദൃശ്യബോധികം എവിടെ നിന്ന് ലഭിക്കുന്നു എന്നറിയാത്ത സഹായം, ആരിൽ നിന്നാണെന്ന് അറിയാത്ത സഹായം, എങ്ങനെ ലഭിക്കുന്നു എന്നറിയാത്ത സഹായം, അദൃശ്യ ശക്തികളിൽ നിന്നുള്ള സഹായം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, രക്ഷയും പ്രതീക്ഷിക്കേണ്ടത് ആരുന്ന? അള്ളാഹുവിൽ നിന്നാണ്. ഇതല്ലേ നമ്മൾ പഠിച്ചത്? ഇതല്ലേ നമ്മളെ പഠിപ്പിച്ചത്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അദൃശ്യം അഭൗതികമായ രീതിയിൽ നമ്മളെ രക്ഷിക്കാനും സൃഷ്ടിക്കാനും നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് നമ്മുടെ റബ്ബിൽ നിന്ന് മാത്രം. ഒരു തെറ്റ് പോലും പിശാചിനെ ഏൽപ്പിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ തോന്നുമ്പോൾ നമുക്ക് അപസ്മാരവും ഭ്രാന്തും അതുപോലെ തന്നെ അസുഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അപകടങ്ങളും അങ്ങനെ വരുത്തിയല്ലേ. ഏത് വരെയെന്നറിയോ നിങ്ങൾ? ഏത് വരെയെന്നറിയോ? സങ്കടം ഇതൊക്കെ പറയുന്നത്. ധാരാ ഫൈസൽ നന്ദി എന്ന് പറയുന്ന ഒരു പണ്ഡിതനും പിന്നെ എന്താണ് ഖത്തറിലെ ഏതൊരു സ്ഥാനത്ത് ഇരിക്കണേ എന്താ ഒരു ചങ്ങായി ഉണ്ടല്ലോ, എന്താണ് പുതിയ കടവ, അവർ പറഞ്ഞിട്ടില്ലേ അപസ്മാരുണ്ട്, കോളറുണ്ടല്ലോ, കോളറ. ഇത് പിശാചാണ് വരുത്തതെന്ന് ഇപ്പോഴും പറഞ്ഞെടുക്കുക. പിശാച കോളറ വരുത്തുന്നത്. കാരണം എന്താ? ഹുസൈൻ സലഫി കോളറ അതുക എന്നുള്ള ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് കോളറ പിശാചല്ല വരുത്തുന്നതെന്ന് പറഞ്ഞ് അസുഖം പിശാച അപകടം ഒന്നും വരുത്തില്ല എന്ന് പറഞ്ഞ് പ്രസംഗിച്ച ഒരു 30 കൊല്ലം മുമ്പ്. അതൊക്കെ കേട്ടോ നമ്മൾ വിചാരിച്ചത്. ഇപ്പോൾ വന്നിട്ട് പറയുകയാണ് ഇവന് ഈ ഫൈസൽ നന്ദി പറയാം
അത് അയാൾ പറഞ്ഞത് തെറ്റാ. ആര് പറഞ്ഞത്? ഹുസൈൻ സൽഫി പറഞ്ഞത് തെറ്റാണെന്ന്. നമ്മളെ KP യും DP നമ്മളെ മഹാരഥന്മാരായ എത്ര മഹാന്മാർ മരിച്ചുപോയി. ആ 25-30 കൊല്ലം മുമ്പ് നടത്തിയ ഹുസൈൻ സൽഫിയുടെ പ്രസംഗ അത് ഇവൻ ഇന്ന് വന്നിട്ട് പറയുകയാണ് ഹദീസും തെറ്റാണ്, അതൊക്കെ തെറ്റാണ്, കോളറ പരത്തുന്നത് പിശാചല്ല എന്ന് പറഞ്ഞത് തെറ്റാണ്. കേട്ടിട്ട് വെറുതെ പറയുന്നതെന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ? കേട്ടോളൂ. ഹുസൈൻ സലഫി ഈ വിഷയത്തിൽ പറയുന്ന നിലപാട് കേട്ടല്ലോ. ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗമാണ്, അബദ്ധാണ്. കണ്ടങ്ങളെ, ഇത് അബദ്ധമാണ്. ഏതാണ് ഈ വിഷയം? ഏതാണെന്ന് അറിയങ്ങൾ? കോളറ പരത്തുന്നതിന് വിഷയമാണ്. ഈ കോളറ പരത്തുമ്പോൾ ഈ ആളുകൾ ഇങ്ങനെ വെച്ചിരുന്നല്ലോ, ഈ കോളറൊക്കെ പിശാചാണ് വരുത്തുന്നത്, അതിൻ്റെ കൊടിയിട്ട് ഓടി എന്ന് പറഞ്ഞ പ്രസംഗമാണ്. ഈ മനസ്സിലായോ? ഇതാണ് അതിനെടുത്തിട്ടാണ് ഇപ്പോൾ ഈ പറയുന്നത് ഈ കോളറ വരുന്നത്. ഇതൊന്നും നമ്മുടെ ഹുസൈൻ സലഫി അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണെങ്കിൽ ഇന്ന് തിരുത്തിയിട്ടില്ല. നമ്മുടെ കയ്യിലുണ്ട്, സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ട് ഇന്ന് മർക്കസ് സ്ഥാപക്കാരാണ് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത് ഇസ്ലാക്കാരെ ഇതാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ആ ക്ലിപ്പ് ഏതൊന്ന് കേട്ടു നോക്കുക. ഹുസൈൻ സലഫി പറയുന്ന ക്ലിപ്പ് കൂടി ഒന്ന് കേൾക്കുക. വിചാരമുണ്ടായിരുന്നു പിശാചുക്കൾ മനുഷ്യരിലേക്ക് രോഗം പകർത്തുമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിശാചുക്കൾ മുഖേന രോഗം പകർത്തുന്ന പരിപാടിയില്ല. ആരുടെയും ശരീരത്തിൽ പിശാച് കൂടിയിട്ട് രോഗം പകർത്തുന്ന പരിപാടിയില്ല. നമ്മുടെ കാലഘട്ടത്തിലും അങ്ങനെ ഒരു മിണ്ടാതി ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ 940-കളിൽ കോളറയും വസൂരിയും ഒക്കെ പടർന്നു പിടിച്ചപ്പോൾ, ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണ മാരകമായ രോഗം പടർന്നു പിടിച്ചപ്പോൾ അപ്പോൾ നാട്ടിലുള്ള ആളുകൾ എന്താണ് പറഞ്ഞത്? അത് ശൈത്താനാണ്. കലമത്തട്ടി എന്ന് പറഞ്ഞൊരു ശൈത്താൻ, വസൂരിയുടെ ശൈത്താൻ. അതേപോലെ സഹോദരങ്ങളെ, ഈ കാലത്ത് ഇതൊക്കെ കണ്ടും കേട്ടും പോയതും ചെറുപ്പത്തിൽ കണ്ടിട്ട് മുജാഹിദായ ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഇയാൾ വന്നിട്ട് ഈ ഫൈസൽ നന്ദി പുതിയ കാട് ഇതുപോലുള്ള ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഇവരൊക്കെ പറഞ്ഞാൽ അത് പിശാച് വരുത്തുന്നത് തന്നെയാണെന്ന്. എവിടേക്കാണ് മുജാഹിദ് പ്രസ്ഥാനം പോകുന്നത്? ബഹുമാനപ്പെട്ട KG പണ്ഡിതന്മാരെ, നിങ്ങളെ പേടിച്ചോളി. പിശാച് ഉണ്ടല്ലോ, നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം അറിയാലോ. എല്ലാവരും മുക്കിക്കൊന്നിട്ട് 100% തൗഹീദുള്ളവരാ. പിന്നെയാണ് അതിൽ ശിർക്ക് വന്നത്. മൂസാ നബിയുടെ ചരിത്രം അറിയാലോ, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണല്ലോ. ആ ആളുകളുടെ കാര്യം നമ്മളും പോയി, നമ്മുടെയിലും പോയി. അത് പിശാച് അങ്ങനെ തൗഹീദുള്ളടുത്ത് പിശാച് കളിക്കുള്ളൂ. ഇതൊക്കെ വെറുതെ പറയും. ഇതൊക്കെ പുതിയതാണ്. ഇപ്പോൾ ഇതിനെ ന്യായീകരിച്ച് നടക്കുക. എന്നിട്ട് പിശാച് അസുഖം വരുന്നു, പിശാച് അപകടം വരുത്തുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് അത് അള്ളാഹു ആണ് നമുക്ക് അസുഖം തരുന്നത്, അത് പരീക്ഷണമാണ്, അത് നമ്മുടെ പാപം വെറുക്കാനുള്ളതാണ്, അള്ളാഹ് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ചിലപ്പോൾ നമുക്കൊരു പരീക്ഷണമായും നമ്മുടെ പ്രവർത്തന മൂലവും വരും. അതൊന്നെല്ലാം നമ്മൾ ക്ഷമിക്കണം. നമുക്ക് പാപം പുറത്ത് കിട്ടും, നമ്മൾ അള്ളാഹ് ഇഷ്ടപ്പെടും. അവിടെ പിശാച് വരുന്നത് നമുക്ക് അസുഖം തരാനും അപകടം തരാനും അല്ല. അസുഖം അപകടം വന്ന് നമ്മളെ പാപം പുറത്ത് കിട്ടും, സ്വർഗ്ഗത്തിലെത്തുക ചെയ്യുക. അതിനല്ല പിശാച് വരുന്നത്. പിശാച് വരുന്നത് നമ്മളെ നരകത്തിൽ കൊണ്ടുപോകാനാ. അവിടെ നമ്മൾ ശിർക്കിലേക്കും വിദേഹത്തിലേക്കും നന്ദികേടിൻ്റെ വാക്കൊക്കെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കും. അള്ളാഹിനെ പറ്റി ശിർക്കിലേക്കും വിദേഹത്തിലേക്കും കൊണ്ട് അതിൽ നിന്ന് സൂക്ഷിക്കാനാണ് വേണ്ടത്. നേരെ ഉൾട്ട. എന്താ മക്കൾ, എന്താ ചെയ്യങ്ങൾ പറയും. ഈ മുജാഹിദ് പ്രസ്ഥാനം എവിടെ എത്തി? എത്ര പണ്ഡിതന്മാരാണെന്നറിയോ നിങ്ങൾ ഇതിൻ്റെ പിന്നിൽ? ഫൈസൽ നന്ദിയും സനീർ സലായി മാത്രമൊന്നുമല്ല, സലഫി ഡിഗ്രിയുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ മിദ്ലാജ് സലായി, അതുപോലെ തന്നെ അൻസാരികൾ, വേറെ മൻസൂർ അൻസാരി, ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് പ്രവർത്തകർ, ആത്മാർത്ഥയുള്ള നമ്മുടെ പ്രവർത്തകർ. അവരൊക്കെ നമ്മളോട് ദേഷ്യമാണ്. ഇപ്പോൾ റാഫി മുഹമ്മദ് റാഫി എൻ്റെ കൂട്ടുകാരനാണ്. റാഫി കൽപ്പകഞ്ചേരി, വളവന്നൂർ റാഫി എന്ന് പറയുന്ന ആളില്ലേ, എൻ്റെ കൂട്ടുകാരനാണ്. മിണ്ടുന്നില്ല. ഷിബു അബ്ദുസലാം, അവർക്കൊക്കെ നമ്മളോട് ദേഷ്യമാണ്. അതുപോലെ പുതിയ കടവ് സുലൈമാൻ കടവിലാൻ, ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. സുലൈമാൻ കടവിലാൻ പറയുന്നത് ഇത് ഒറിജിനൽ അനസിൻ്റെയും കായക്കൊടിയും അബ്ദുറഹ്മാൻ സലഫിയും അനീഫ് കായക്കൊടിയൊക്കെ പറഞ്ഞതാണ്. അവരോട് പറഞ്ഞിങ്ങണത്രേ. ആ വോയിസ് ഉണ്ട്, ഞാൻ പിന്നെ ഇടുന്നില്ല, മോശമല്ലേ വെച്ചിട്ട്. അനീഫ് കായക്കൊടിയും അനസൊക്കെ പറഞ്ഞിങ്ങണത്ര ഇതന്നെയാണ് വിശ്വാസം എന്ന്. ഈ വിശ്വാസം തന്നെയാണ് ശരിയെന്ന്. ഇപ്പോൾ ഞാൻ ഈ കേൾപ്പിച്ച വിശ്വാസമാണ് ശരിയെന്ന്. അവരെ പേരിലാണ് ഈ കളവ് പറയുന്നത്. വല്ലാത്തൊരു കഷ്ടമാണ്. ആ പണ്ഡിതന്മാരുടെ പേരിലെ KG ക്യാൻറ്റീമിന് പണ്ഡിതന്മാരുടെ പേരിലെ കളവ് അങ്ങനെ പറഞ്ഞിങ്ങണെന്ന് മൂപ്പരോട് പറഞ്ഞിങ്ങണത്രേ. വോയിസൊക്കെ ഉണ്ട് എൻ്റെയൊക്കെ. ഇങ്ങനെ ഒരുപാട് ആളുകൾ, എത്ര പ്രവർത്തകർ, ആത്മാർത്ഥമുള്ള നമ്മുടെ പ്രവർത്തകർ, ഒരുപാടെണ്ണം. ആ പ്രവർത്തകർ ആളുകൾ മുഴുവനും പഴച്ച വിശ്വാസത്തിലാണ്. ആകെ പറഞ്ഞു കൊടുക്കാനുള്ള ഇതൊക്കെ മർക്കസിൻ്റെ പണിയാണ്, മർക്കസ് ദാവയാണ്. അതിനെന്തിനും കയറിച്ചേറ്റാൻ മർക്കസ് ദാവ. അവർക്കൊരബദ്ധം പറ്റി, മനസ്സിലാക്കുന്നിടത്താണ് ഒക്കെ അബദ്ധം. ഇപ്പോൾ മർക്കസ് ദാവക്ക് പറ്റിയ അബദ്ധം എന്താ? മനസ്സിലാക്കുന്നിടത്ത് അബദ്ധം പറ്റിയല്ലേ. സഹീൽ ബുഖാരിയിലെ ഹദീസ് എന്താ?
അതിലവർക്ക് ഷിർക്ക് കാണാൻ പറ്റിയ എന്താ? അവർ മനസ്സിലാക്കി കൊടുത്ത അബദ്ധം പറ്റി. നബി തങ്ങളെ ലബീദ് എന്ന ജൂതൻ പിശാചിനെ പൂജിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പിശാജ് അതിന് ഉത്തരം നൽകി. പിശാജ് പോയി അങ്ങനെ പിശാജിനോട് പ്രാർത്ഥിച്ചപ്പോൾ പിശാജ് ഉത്തരം നൽകി. നബി തങ്ങളെ ഉപദ്രവിച്ചിട്ടാണ് സീർ വലിച്ചതെന്ന് അവർ വിശ്വസിച്ചു. അങ്ങനെയാണ് ഷിർക്ക് തന്നെയാണ്. അങ്ങനെ ഉണ്ട് എവിടെയെങ്കിലും ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവികളോ മുഹദ്ദിസുകളോ ആരെങ്കിലും പറഞ്ഞില്ല. അത് പറഞ്ഞവർ കുറച്ച് നമ്മളെ ഇടയിലുള്ള കുറച്ച് ആൾക്കാർ നമ്മളെ പേര് പറയപ്പെടുന്നവരും പിന്നെ വിസ്തംകാരും. അപ്പോൾ നമ്മളെ ആശയാക്കി അങ്ങനെയാണെങ്കിൽ ഷിർക്കാണ്. അവർ മനസ്സിലാക്കി കൊടുത്താൽ തെറ്റുപറ്റിയത് അപ്പോൾ ഷിർക്കായിട്ട് മാറും. ലോകത്ത് ഇന്ന് വരെ ആ ഹദീസുകളൊന്നും ലോകത്തൊരു ഹദീസ് പണ്ഡിതന്മാരും ഷിർക്കായി കാണാത്തത് എന്തുകൊണ്ട്? അവരാരും അങ്ങനെ അതിൽ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോൾ അഴുതുബി കലിമാത്തില്ല ഈ സംസ്ഥക്കാർ മനസ്സിലാക്കിയതുപോലെ ആവും. വസൽമൻ അർസലിനെ മനസ്സിലാക്കിയത് ഇന്നമ വലിയ മനസ്സിലാക്കുന്നിടത്താണ് അബദ്ധം. അതുകൊണ്ട് പണ്ഡിതന്മാരെ കേജുവും കഴിഞ്ഞ പണ്ഡിതന്മാരെ നിങ്ങൾ ഉണരണം. ഒരുപാട് ആയിരക്കണക്കിന് നമ്മുടെ പ്രവർത്തകർ ഈ പിഴച്ച വിശ്വാസത്തിലാണ്. ഇത് ജിന്നിതേട്ടം മാത്രമൊന്നുമല്ല, ജിന്നിതേട്ടം മാത്രമേ പോയിട്ടുള്ളൂ. ബാക്കി എല്ലാ പിഴച്ച വിശ്വാസം ഇവിടെ ഉണ്ട് ഒരുപാട് ആളുകളിൽ. ഇത് തിരുത്തിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ വലിയ ബുദ്ധിമുട്ട്. അതിനൊക്കെ കുറെ ന്യായം പറയുന്നത് ബുക്കുകളാണ്. എന്താ ഈ ബുക്കൊക്കെ ഇവർ വിചാരിക്കണം ഈ ബുക്ക് ഇപ്പോൾ ഇറക്കിയത്. ബുക്കിനെ നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്താ? ബുക്കുകളൊക്കെ എന്താണ്? നമ്മൾക്കിപ്പോൾ ഇറക്കിയ ബുക്കുകളൊക്കെ നമ്മുടെ മുൻകാലത്തുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ച ആദർശമല്ലേ ഈ ബുക്കിലുള്ളത്? ഇസ്ലാമിൻ്റെ ആദർശമല്ലേ ബുക്കിലുള്ളത്? അങ്ങനെയല്ലേ ബുക്കിനെ മനസ്സിലാക്കേണ്ടത്? ബുക്ക് ഇറക്കിയിട്ടുണ്ട്, ഇതൊക്കെ ശരിയാണ്, ഇങ്ങനെയാണ് ഭരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടെന്ന്. അത് ആ ബുക്കിലുണ്ട്, ഈ ബുക്കിലുണ്ടെന്ന്. ഇങ്ങോട്ട് എന്താ ബുക്ക് തിരുത്തിയിട്ടുണ്ട്, അങ്ങനെ ഉണ്ട്, പേടിയെന്നാണ്, അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. രക്ഷയുടെ കപ്പൽ എന്ന് പറഞ്ഞ ഈ പുസ്തകം ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ സൗദി അറേബ്യയിൽ നിന്ന് എത്രയോ മുമ്പ് വായിച്ചു. ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ മേടിക്കുകയും വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തതാണ്. ഈ പുസ്തകത്തിൽ വ്യക്തമായി കൊടുക്കുന്നുണ്ട് എന്താണ് 1-ാം പതിപ്പാണ് ഇതിൽ ഈ എന്തൊക്കെയാണ് ഇതിൽ ഷിർക്കായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നിടത്ത് എന്താണെന്നറിയോ? ജിന്നിയരെ എന്ത് ചെയ്തേ? വിസ്റ്റംകാർ ആദ്യം മാറ്റി, ജിന്നുകളോടുള്ള സഹായത്തോടെ ഷിർക്കാണെന്നുള്ള ഒരിടത്ത് മാറ്റി. പിന്നെ ഇതിൽ കൊടുക്കുന്ന എന്താണെന്ന് അറിയാം? മരിച്ചവരെ ഭയപ്പെടുക, മരിച്ചവരെ ഭയപ്പെടുക, പിശാചുക്കളെയോ ജിന്നുകളോ നമുക്ക് രോഗം നൽകുവാനോ രോഗം ശിഫയാക്കുവാനോ കഴിയുമെന്ന് വിശ്വസിക്കുക. എങ്ങനെ? എന്താണ്? പിശാചുക്കൾ, മരിച്ചവർ, ജിന്നുകൾ നമുക്ക് രോഗം നൽകാനും ശിഫയാക്കാനും കഴിയുമെന്ന് വിശ്വസിക്കലും ഷിർക്കാണ്. 1-ാം പേജാണ്. അതിലാണ് ജിന്നുതേട്ടവും ഷിർക്കാണെന്ന്. ഈ രണ്ടും എന്തില്ല? ഈ രണ്ടാമത്തെ ഇതിൽ നിന്ന് എന്ത് ചെയ്തു? ഇവർ മാറ്റി. ആര്? വിശ്വം വിഭാഗം മാറ്റി. ഇതൊക്കെ ജുബൈൽ കേന്ദ്രത്തിൽ നിന്നാണ്. അതിൽ പിന്നെ എന്താക്കി? ജിന്നുതേട്ടം മൊത്തം ഷിർക്കല്ല എന്നുള്ളതാണ് ഒഴിവാക്കി. എന്നിട്ട് ഇവിടെ എന്ത് കൊടുത്തു എന്ന് പറയുങ്ങൾ? ഇവിടെ ഈ മരിച്ചു പോയവർ, എങ്ങനെ മരിച്ചു പോയവർ, ജിന്നുക്കൾ, പിശാചുക്കൾ, ഇവർ അപകടമുണ്ടാക്കും വെച്ചാൽ ഇവരെന്തെങ്കിലും അസുഖമുണ്ടാക്കുമെന്നുള്ള ഉൾപ്പേടി ഷിർക്കാണെന്ന് കൊടുത്തു. മനസ്സിലായോ? അപ്പോൾ ഈ ഉൾപ്പേടി എന്ന് പറയുന്നത് ഭയമോ ഉണ്ടാക്കുമെന്ന ഉൾപ്പേടി. പിശാചുക്കളോ ജിന്നുകളോ തങ്ങൾക്ക് മരിച്ചു പോയവരോ ജിന്നുകളോ പിശാചുക്കളോ മരിച്ചു പോയവരോ ഞങ്ങൾക്ക് എന്തുണ്ടാക്കും? ഉൾപ്പേടി, അപകടം ഉണ്ടാക്കും, അസുഖം ഉണ്ടാക്കും എന്നുള്ള ഉൾപ്പേടി. അപ്പോൾ ഇതിൽ അറബി ടെസ്റ്റിൽ ഖൗഫ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, അത് സംശയമില്ല. പക്ഷെ മുമ്പത്തെ പുസ്തകത്തിൽ നിന്ന് അങ്ങനെ മാറ്റി ഇങ്ങനെ വിശ്വസിച്ചാൽ എന്നുള്ളിടത്ത് ഇവിടെ ഖൗഫ് എന്നല്ലേ. അപ്പോൾ ഖൗഫ് എന്ന് പറഞ്ഞാൽ പേടി, ഉൾപ്പേടിയാണ്. അപ്പോൾ എന്തായി? ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മരിച്ചവർ നമ്മൾ ഉപദ്രവിക്കും, നമുക്ക് അസുഖം വരുത്തും, അത് വിശ്വസിക്കണം. കാരണം മരിച്ചവർ, ജിന്നുകൾ, പിശാചുക്കൾ എന്നല്ലേ, അങ്ങനെയാണ് കൊടുത്തു 3. അപ്പോൾ അതിലെന്തുണ്ട്? മരിച്ചവർ, പിശാചുക്കൾ, അങ്ങനെ എന്തൊരു പേടിച്ച ഷിർക്കാണെന്ന് പറഞ്ഞു. എൻ്റെ സഹോദരങ്ങൾ, ഇതിൻ്റെ 1-ാമത്തെ ബുക്കിൽ എന്താ? അങ്ങനെ വിശ്വസിച്ചാൽ തന്നെ ഷിർക്കാണ്. ഇതിലെന്താണ് സംഭവം? ഇതിപ്പോൾ അനീഫ് കായക്കൊടി അലിമദനിക്ക് കൊടുക്കുന്ന മറുപടി അതിലിങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ വിശ്വസിച്ചാമില്ല. അതെന്താ? പിശാജിൻ്റെ ഉപദ്രവം ഉണ്ടാവുമല്ലോ. പിശാജിൻ്റെ ഉപദ്രവം എന്താണെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, ഖുർആൻ പഠിപ്പിക്കും. ആ ഉപദ്രവം ഉണ്ടാവും, അത് വിശ്വസിച്ചാൽ ഷിർക്കാവില്ല എന്നാണ് പറയുന്നത്. അതാണ് ഏത് കാര്യം ഖുർആൻ അനുസരിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് അനീഫ് കായക്കൊടിനെ അതിലേക്ക് കയറ്റി ഇറക്കുക. എന്നിട്ട് അനീഫ് കായക്കൊടി വിശ്വാസക്കാരനാണെന്ന് പറയാം. അവിടെ പിശാചിന് ഉപദ്രവം ഉണ്ട്, അത് എന്ത് ഉപദ്രവമാണ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അത് ഖുർആനും ഹദീസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഉപദ്രവത്തിൽ നിന്നാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഇല്ലയെന്ന് പറയുമ്പോൾ ഉണ്ട് എന്ന് നമ്മൾ സ്ഥാപിക്കുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, പേടിക്കുന്ന എങ്ങനെ? ഇല്ലാത്തതിനെ പേടിക്കും. അപ്പോൾ ഒരു ചത്ത് എല്ലും കോലുമായ ഒരു പുലി, ഒരു മൂർക്കം പാമ്പ്, എല്ലും കോലിയായി കിടക്കുന്ന ഒരു മൂർക്കം പാമ്പ് ചത്തതിനെ നമ്മൾ പേടിക്കുമോ? അതിൽ നിന്ന് എന്തെങ്കിലും ഉപദ്രവം ഉപകാരം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും പേടിക്കോ? ഇല്ല. എന്തുകൊണ്ടാണ് പേടിക്കാത്തത്? അതിന് കഴിയൂല. ചത്തെല്ലും കോലായ പുലി എന്ത് ചെയ്യാൻ നമ്മളെ? ഒരു പാമ്പോ ഒരു ചത്തുപോയ ഒരു പട്ടിയോ വേപ്പട്ടിയോ എന്തെങ്കിലും ചത്തുപോയി എല്ലും കോലായി കിടന്നാൽ നമ്മളെന്തിനാ പേടിക്കുന്നത്? പേടിക്കുന്നത് എപ്പോഴാണ്? കഴിയുമെന്നുള്ളപ്പോഴാണ് പേടിക്കുന്നത്. കഴിയും, അതുകൊണ്ടാണ് അങ്ങനെ കഴിയുമെന്ന് വിശ്വസിച്ചാൽ ഷിർക്കാണെന്ന് 1-ാം പതിപ്പിലുള്ളത്. 1-ാം പതിപ്പിൽ കൊടുത്തു, അതുകൊണ്ടാണ് അങ്ങനെ കഴിയുമെന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്ക്. അതാണ് നമ്മുടെ പുസ്തകത്തിലും കൊടുത്തത്. അപ്പോൾ ഈ പേടി എവിടേക്ക് മാറ്റണം? ഈ കഴിയുമെന്ന് പേടിക്കണമെങ്കിൽ എന്ത് വേണം? കഴിയണം. കഴിയില്ലെങ്കിൽ പേടിക്കില്ലല്ലോ. അപ്പോൾ പേടി ഉണ്ടാകുമ്പോൾ എന്താകും? കഴിയണമെന്നുള്ള വിശ്വാസം. അങ്ങനെ ജിന്നുകൾക്കും പിശാചുകൾക്കും സ്വതന്ത്രമായി നമ്മളെ രക്ഷിക്കാനും സൃഷ്ടിക്കാനും അസുഖം വരുത്താനും കഴിയുമെന്ന് ചോദിച്ചാലോ അത് ഷിർക്കാണ്. ആ പേടിയും ഷിർക്കാണ്. ഇതാണ് ഇവിടെ പറഞ്ഞത്. അത് ക്ലിയറാണ് കാര്യം. പിന്നെ കഴിയാത്തവനെ പേടിക്കും ആരെങ്കിലും? നമുക്ക് എന്തിനാ പേടിക്കുന്നത്? പേടിക്കണമെങ്കിൽ അവർക്കത് കഴിയണം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ മുജാഹിദ് ആദർശം നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് സഹോദരങ്ങളെ.
നിങ്ങൾ അള്ളാഹിനെ ഓർത്ത് തെറ്റിദ്ധരിക്കരുത്. മുജാഹിദുകൾ എന്താ പഠിപ്പിക്കുന്നത്, മുജാഹിദ് മുൻകാല പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഏത് കാര്യം കാണുമ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ടതും പഠിക്കേണ്ടതും മുൻകാലത്തുള്ളവർ എങ്ങനെ നമ്മളെ പഠിപ്പിച്ചോ അതനുസരിച്ചാണ്. എത്ര ആയത്തുകളുണ്ട് ഈ വിഷയത്തിൽ, ഈ എത്ര ആയത്തുകൾ. നിങ്ങൾക്ക് ഞാൻ ഇതിൽ നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട പണ്ഡിതൻ, അയാളിപ്പോൾ മടവൂരി വിചാരണോ എന്തൊക്കെയാണത്രേ ആ രീതിയിലപ്പോൾ പറയുന്നത്. നമ്മൾ അലിഷാക്കർ മുണ്ടേരിയാണ്. നമ്മൾ അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. ഈ ലോകം മുഴുവനും നിങ്ങൾക്കൊരു ഉപദ്രവം വരുത്താൻ തീരുമാനിച്ചാൽ അല്ലാഹ് എന്താണോ നിശ്ചയിച്ചത് അതിനപ്പുറം ഒരു മൊട്ടുസൂചിന്റെ കുത്തുപോലും നിങ്ങൾക്ക് കേൾക്കൂല. എന്നിട്ട് റസൂല് പറഞ്ഞൊരു വാക്കുണ്ട്, ഭാഷാ സാഹിത്യത്തിലെ ഭയങ്കരമായ പ്രയോഗം. എന്താ പറഞ്ഞറിയോ? പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. എന്താ പറഞ്ഞാൽ ഉത്തരവിധാന സമയം കഴിഞ്ഞാൽ ക്രിസ്മസ് പറയുന്നത് പെണ്ണവും പേന വെക്കാറ്, പിന്നെ ഇതാ പാടില്ല ക്ലോസ് കഴിഞ്ഞു. ഇവിടെ അല്ലെന്ന് പറഞ്ഞോ, പേന ഉയർത്തപ്പെട്ടാൽ നമ്മുടെ ജീവിതം എങ്ങനെയാവണമെന്ന് രേഖപ്പെടുത്തിയ പേരുണ്ടല്ലോ, ആ പേര പഠിച്ചു കൊണ്ടുപോയി. ഇനി ഒരാൾക്കും ആ പേന കൊടുത്ത് ഈ പേപ്പർ തിരുത്താൻ പറ്റില്ല. രണ്ടാമത് പേജ് ഉണങ്ങി, അഥവാ എഴുതിയ വാക്ക് ഉണങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ കൈയോട് നല്ല വായിച്ചുകൊണ്ട് നമുക്ക് അവിടെ മാറ്റം വരുത്തേരി, അതും പറ്റില്ല. അത് ഉണങ്ങി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം, നമ്മുടെ ജീവിതം അതെന്താവണമെന്ന് അള്ളാഹു വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടു. അള്ളാഹുവിന്റെ രേഖയിൽ ഇല്ലാത്ത യാതൊന്നും നബിയെ പറയുക നമുക്ക് പറ്റി. അപ്പൊ അത് എന്താ പറയുന്നത്? എന്റെ വാദത്തെ കട്ടില വീടുകളിലെ അത് ഇന്നുണ്ടാക്കും മുമ്പ് റബ്ബ് തീരുമാനിച്ചതാ. ഞാൻ എന്റെ വാദത്തെ പോകുന്നില്ല, അതിൽ ഒരാൾക്കും പങ്കില്ല, ഒരാൾക്കും ഷെയറില്ല. ലോകം മുഴുവൻ വിചാരിച്ചാലും എന്റെ കട്ടില വീടുകൾ ചെയ്യും. അത് ആത്മധൈര്യത്തിന്റെ മറുപടിയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇതേ ഇപ്പം ഇയാൾ ഏകദേശം ഒരു എന്താ മടവൂരിച്ചാരനോ എന്തോ മറ്റേ മർക്കസ് ദവാചാരനോ ഹദീസ് ശരിയൊക്കെയാണെന്ന് പറഞ്ഞോട്ടെ. കാരണം നമ്മളിതൊക്കെ കേട്ട് മുജാഹിദായ ആളുകളാണ്. ഇനി പേടിപ്പിക്കരുത്. അള്ളാഹിനെ ഓർത്ത് നിങ്ങൾ പിശാചിൻ്റെ പേരും പറഞ്ഞ് പേടിപ്പിക്കരുത്. ദയവ് വിചാരിച്ചിട്ട് അള്ളാഹിനെ ഓർത്തിട്ട് അള്ളാഹുവിൽ അഭയം തേടിയവരാ. കാരണം ഈ ഞങ്ങൾ ഒരു മറുപടി ആ വിഷയത്തിൽ പറയുന്നുണ്ട്. അള്ളാഹു പറയുന്നുണ്ട്, അതായത് ഹൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ചരിത്രം പറയുന്നുണ്ട് സൂറത്തുൽ ഹൂദിൽ. അവിടെ ഇങ്ങനെ ഹൂദ് നബി അലൈഹി ഇസ്ലാമിനോട് ഇവർ പറയും, ഇങ്ങനെ അവരെ ദൈവങ്ങളെ കുറ്റം പറഞ്ഞപ്പോൾ ഞങ്ങളെ ദൈവം എന്നെ അങ്ങനെ ആക്കും, എന്നെ ദൈവം ഇങ്ങനെ ആക്കും, എന്നെ അവിടെ എൻ്റെ ആ ദൈവം നിങ്ങളെ അങ്ങനെ ഗുരുത്തക്കിടട്ടും ഇങ്ങനെ ഗുരുത്തക്കിടട്ടും എന്നൊക്കെ പറയുമ്പോൾ ഹൂദ് നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു ഒരു മറുപടി കൊടുക്കാൻ പറയുന്നുണ്ട് ഇല്ലേ? ആ വിഷയത്തിൽ അള്ളാഹു മറുപടി കൊടുക്കുന്നുണ്ട്. ഹൂദ് നബി അലൈഹി ഇസ്ലാം എന്നിട്ട് ആ മറുപടി കൊടുക്കുന്നുണ്ട്. അത് 56-ാമത്തെ ആയത്തിലല്ലേ, 56 എവിടെയാണെന്ന് തോന്നുന്നുണ്ട്. ആ ആയത്തിൽ വളരെ വ്യക്തമായിട്ട് അള്ളാഹു പറയുന്നുണ്ട് ആ വിഷയം. എന്താണ്? എല്ലാവരും നിങ്ങൾ ഒരു തന്ത്രം പ്രയോഗിച്ചോളി, എന്ത് ചെയ്യില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അള്ളാഹ് അതൊക്കെ ഇങ്ങനെ ഹൂദ് സംഭവം ഇങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്. അവരെന്താ പിന്നെ ഹൂദ് നബി പറയാണ്, ഇന്നി തവക്കൽതു അലല്ലാഹ് റബ്ബി വ റബ്ബുക്കും മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദും ബിനാസിയതിഹാ. എന്താണ് ഇന്ന റബ്ബി അല സിറാത്തി മുസ്തഖീം? ഇവിടെ എന്താ പറയുന്നത്? നിങ്ങളെ ഈ പേടിപ്പിക്കുന്നുണ്ടല്ലോ ഈ എല്ലാ ആളുകളും, ഞാൻ എൻ്റെ റബ്ബിലാണ് വരമേൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാ ജീവജാലങ്ങളും, ഏത് ജന്തുണ്ടോ, ഏത് പിശാചുണ്ടോ, ഏത് ശൈത്താൻ, ആരൊക്കെ ഉണ്ടോ, ഏത് മൂർത്തികളുണ്ടോ, അള്ളാഹ് പറയണേ, ഞാൻ അവൻ്റെ നെറുകിൽ കുടുമയിൽ, ഞാൻ അവൻ എൻ്റെ കയ്യിലാണ്, എൻ്റെ കുടുമയിൽ എൻ്റെ കയ്യിലാണ് അവൻ, എൻ്റെ അധികാരത്തിലാണ്, അവൻ്റെ കുടുമ എൻ്റെ കയ്യിൽ അനങ്ങൂലവൻ. ഇത് അള്ളാഹ് പറയുന്നതാണ്. ഹൂദ് നബി അലൈഹി ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരാം. ഹൂദ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം പോലും പറഞ്ഞപ്പോൾ ഒരു പേടിയും പേടിക്കണ്ടെന്ന് പോലും പറഞ്ഞ വാക്ക് തന്നെയാണ്. എനിക്ക് ഗുരുത്തക്കേട് കിട്ടും, എനിക്ക് അങ്ങനെ ആക്കും, ഞങ്ങൾ ദൈവത്തെ കുറ്റം പറയും, ഞങ്ങൾ ആൾക്കാരെ കുറ്റം പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞു കൊടുക്കാൻ ഹൂദ് നബി പറയാണ് അള്ളാഹ് ഖുർആനിലൂടെ. ഇല്ല, അവരൊക്കെ എൻ്റെ എന്താണ്, അവരുടെ നെറുക് എൻ്റെ കയ്യിലാണ്, കുടുംബം എൻ്റെ കയ്യിലാണ്, ഒരാളും ഒന്നും ചെയ്യൂലെന്ന്. ഇതന്നെ ഇപ്പം നിങ്ങളോടൊക്കെ നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ പേടിപ്പിക്കാതെ അള്ളാഹിനെ ഓർത്ത് കേജുവിൻ്റെ ക്യാനമിൻ്റെ പണ്ഡിതന്മാരെ പോയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നവരെ 10,000-കണക്കിന് പ്രവർത്തകരാണ് പിഴച്ചത്. എനിക്കറിയുന്നത്, ഞാൻ 1000-കണക്കിന് ആളുകളുള്ള ഗ്രൂപ്പ് 4-5 ഗ്രൂപ്പിലുണ്ട്. പല സ്ഥലത്തുനിന്ന് തന്നെ പറഞ്ഞുകൊണ്ട് എന്നെ പല സ്ഥലത്തും പുറത്താക്കി. ഞാൻ യുക്തിവാദിയാണ്, നിരീശ്വരവാദിയാണ്, അതുപോലെ തന്നെ മറ്റെന്താണ് യുക്തിവാദിയാണ്, എന്തൊക്കെ മർക്കസ് ദാവയാണെന്നൊക്കെ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് അസുഖം വരുന്നത് അള്ളാഹ് മുമ്പ് രേഖപ്പെടുത്തി, അള്ളാഹ് കാരണങ്ങൾ സൃഷ്ടിക്കുക, അതിലൂടെ നമുക്ക് നൽകിയല്ലേ, അല്ലാതെ കാരണം കൊണ്ടല്ലല്ലോ അസുഖം. അള്ളാഹ് ഒരു കാരണം ഉണ്ടാക്കല, ഒരു കാരണം ആവല, ഒരു കാരണം പിശാച് ഒരു കാരണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ മീക്കായിൽ കാരണം ഉണ്ടാക്കുക, എന്നിട്ട് അള്ളാഹ് അതിനെ സത്യപ്പെടുത്തലല്ലോ. അള്ളാഹു നമുക്കൊരു അസുഖം വരിക, അള്ളാഹ് ഒരു കാരണത്തെ സൃഷ്ടിക്കുകയും കാരണത്തിലൂടെ നമുക്കത് തരികയും ചെയ്യല്ലേ. അവിടെ നമ്മൾ അള്ളാഹിനെ സൂക്ഷിക്കണം. നമ്മൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അള്ളാഹ് പരീക്ഷിക്കുന്നതിന് എത്ര ആയത്തുകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്നേഹം കൊണ്ടല്ലേ നമ്മൾ പഠിച്ചവനെ സൂക്ഷിക്കണം. നമ്മളെ ഇരുമ്പിന് തുരുമ്പ് പോകുന്ന പോലെ അള്ളാഹ് നമ്മളെ ശുദ്ധീകരിക്കല്ലേ. ഇതാണ് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കി. പേടിക്കരുതെന്ന് പറയും. പിശാചിനെ പേടിക്കേണ്ട നമ്മളെ നരകത്തേക്ക് കൊണ്ടുപോകണം, പേടിയാണ്. അതിന് സൂക്ഷിക്കണം. അവർ തെറ്റ് പോലും ചെയ്യിപ്പിക്കാൻ നമുക്ക് അധികാരം തന്നിട്ടല്ലേ അള്ളാഹ് അതിന് അധികാരം അവനക്ക് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് തീരുമാനം എടുക്കാനുള്ള അധികാരം. ഇതൊന്ന് ആലോചിച്ച് നോക്കി, എന്ത് തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റുക? അതുകൊണ്ടാണ് ഖൈറു സൂറ അള്ളാഹുവിൽ നിന്നുള്ള വിശ്വസിക്കുന്നത്. ഒരാൾക്കും അതിൽ കൂറ പങ്കിടുന്ന വെച്ചാൽ മുശ്രിക്കായി ചത്തുപോകും.
വല്ലാഹി സത്യം. ഷിർക്ക് വരും നമ്മൾ അറിയാതെ, നമ്മളിലൊക്കെ ഇങ്ങനെയൊക്കെ ഷിർക്ക് വരിപ്പിക്കുക. അതുകൊണ്ട് പണ്ഡിതന്മാർ സൂക്ഷിച്ച് ഇത് പറഞ്ഞു കൊടുക്കണം. ഒരു പേടിയും പേടിക്കണ്ട. അദൃശ്യ അഭൗതികമായ രീതിയിൽ നമ്മൾ രക്ഷിക്കാനും സൃഷ്ടിക്കാനും നമ്മളെ റബ്ബിനെ കഴിയും. അള്ളാഹിൻ്റെ പിടുത്തത്തിലാണ് ഏത് സൃഷ്ടിയും. പിന്നെ ഇവിടെ ജീവിക്കുന്നവർ അത് നമ്മൾ ചെയ്യണം. അത് ആലമുഷാഹാദയിലുള്ള കാര്യം, അത് നമ്മൾ സൂക്ഷിക്കണം. അതുപോലല്ല അദൃശ്യ അഭൗതികമായ സൃഷ്ടിയിൽ നിന്നുള്ള രക്ഷയും ശിക്ഷയും പ്രതീക്ഷിക്കേണ്ടത്. അത് സൂക്ഷിക്കുക. ഇത്ര നമ്മൾ പറയും. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഇനിയുണ്ട് ഒരുപാട് വോയിസുകളും അത് ഒന്നും തരുന്നില്ല കൂടുതലായിട്ട്. പണ്ഡിതന്മാരുടെ പേരാ അനസും കായക്കോടി അബ്ദുറഹ്മാൻ സലഫിയൊക്കെ നിങ്ങളെ പേരുകൾ എടുത്തിട്ടാണ് ഈ സൈസ് കാര്യങ്ങൾ പറയുന്നത്. അതാണ് സംഭവം. എന്തൊക്കെയാ പറയുന്നത് റബ്ബേ, ഇനി പറയുന്നില്ല. പലതും നിങ്ങളെപ്പറ്റി പറയും. നിങ്ങളൊക്കെ ഇങ്ങനെ വിശ്വസിക്കുന്നവരാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനം കണ്ട കാലം എങ്ങനെ എത്ര വിശ്വസിപ്പിച്ച്, എങ്ങനെ എത്ര പഠിപ്പിച്ചത്. ഇതാത്ര മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായത് തൊട്ട് പഠിച്ചത്. നമ്മൾ 10 എത്ര കൊല്ലം മുമ്പ് മുജാഹിദാകുമ്പോൾ ഇതാണ് ഈ പിശാച് അസുഖം വരുത്തലും കോളർ വരുത്തലൊക്കെ പിശാചാണ്, ഇങ്ങനെ അസുഖം വരുത്തി പിശാചിന് സ്വതന്ത്ര കഴിവുണ്ടാവും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാനൊക്കെ നീ പ്രസ്ഥാനത്തേക്ക് വരില്ല. അതിനെക്കാളും എത്ര നല്ല സംസ്ഥ. ഞാൻ അവിടെ തന്നെ എന്നാ പോരാ. ഇല്ലാത്തൊരു കഷ്ടമാണ് റബ്ബേ. ഇതാരും കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല. പറയേണ്ടത് പറയുന്ന സമയത്ത് പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ ഈ വിസ്റ്റം പോയ മാതിരി നമ്മളിലും ഈ അവസ്ഥ ആളുകളിൽ വരും. ഒരുപാട് പ്രവർത്തകർ, സജീവ പ്രവർത്തകരൊക്കെ ഇതിൻ്റെ പിന്നിലാണ്. ഈ വിശ്വാസമാണ്. ഇല്ലാത്തൊരു കഷ്ടമാണ് സഹോദരങ്ങളെ. ആർക്കെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇത് പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞതാണ്. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.